ഷാലോം ടൈം എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഈ ദൃശ്യമാധ്യമത്തിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഈ സന്ദേശങ്ങൾ സമാധാനവും അനുഗ്രഹവും പകരട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാലും. കർത്താവിന്റെ വലിയ നാമത്തിന് മഹത്വം വരുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ നിങ്ങളോട് ദൈവത്തിന്റെ വചനം സംസാരിക്കുവാനായിട്ട് ലഭിച്ച അവസരത്തിനായി ദൈവത്തിന് നന്ദി കരയേറ്റുന്നു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യപ്രേക്ഷകർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനങ്ങൾ പ്രാരംഭമായിട്ട് അറിയിക്കട്ടെ. ഇങ്ങനെ ഓരോ പ്രാവശ്യവും നിങ്ങൾ ദൈവത്തിന്റെ വചനം കേൾക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ധാരാളം പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് ദൈവം മറുപടി നൽകിക്കൊണ്ടിരിക്കുന്നു. എല്ലാറ്റിനായിട്ടും ഹൃദയംഗമായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കുഞ്ഞാടിന് മഹത്വം കരയേറ്റുന്നു. നമ്മൾ കഴിഞ്ഞ ചില എപ്പിസോഡുകളിലായിട്ട് മനുഷ്യൻ എന്നുള്ള വിഷയമാണ് ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. മനുഷ്യൻ എന്നുള്ള വിഷയത്തിൽ മനസ്സാക്ഷി എന്നുള്ള ഒരു വിഷയമാണ് നമ്മളെ കഴിഞ്ഞ എപ്പിസോഡിൽ ചിന്തിച്ച് നിർത്തിയത്. നിങ്ങൾക്കൊരു പക്ഷേ ഓർമ്മയുണ്ടായിരിക്കും, ദൈവം മനുഷ്യനെ മനസ്സാക്ഷിയുള്ളവനായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. നമ്മൾ ഇന്ന് ധ്യാനിക്കുന്ന വിഷയം ഈ മനസ്സാക്ഷിയുടെ മറ്റൊരു ഘടകം, അഥവാ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു നിർത്തിയിരുന്ന ഭാഗത്തു നിന്ന് തുടരാൻ അത്ര ആഗ്രഹിക്കുന്നത്. ദൈവവചനത്തിൽ ഒരു വാക്യം നമുക്ക് വായിച്ചും കൊണ്ട് നമുക്ക് ആ ധ്യാനം തുടങ്ങാം. റോമാലേഖനം, റോമൻസ് ചാപ്റ്റർ 2:15, 2-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം നമുക്ക് വായിച്ചും കൊണ്ട് നമുക്ക് ഇന്നത്തെ വചന ധ്യാനം ആരംഭിക്കാം. റോമാലേഖനം 2-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം. അവരുടെ മനസ്സാക്ഷി കൂടെ സാക്ഷ്യം പറഞ്ഞും അവരുടെ വിചാരങ്ങൾ തമ്മിൽ കുറ്റം ചുമത്തുകയോ പ്രതിവാദിക്കുകയോ ചെയ്തും കൊണ്ട് അവർ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി തങ്ങളുടെ ഹൃദയത്തിൽ എഴുതിയിരിക്കുന്നതായി കാണിക്കുന്നു. അവിടെ നമ്മള് റോമാലേഖനം 2-ാം അധ്യായം പഠിക്കുമ്പോൾ 7 വിധത്തിലുള്ള ന്യായവിധികളെ കുറിച്ച്, അല്ലെങ്കിൽ 7 കാര്യങ്ങൾ വെച്ച് ന്യായം വിധിക്കുന്നതിനെ കുറിച്ച് ദൈവവചനത്തിൽ നമുക്ക് പരിശുദ്ധാത്മാവ് വ്യക്തമായി തരുന്ന ആലോചനയാണ്. അതിനകത്തെ ഒരു കാര്യമാണ് മനസ്സാക്ഷി വെച്ച് ദൈവം ന്യായം വിധിക്കും എന്നുള്ള കാര്യം. ദൈവം മനസ്സാക്ഷി വെച്ച് ന്യായം വിധിക്കുന്നു, ദൈവം സുവിശേഷ പ്രകാരം ന്യായം വിധിക്കും, ദൈവം ന്യായപ്രമാണം വെച്ച് ന്യായം വിധിക്കും. ഇങ്ങനെ 7 കാര്യങ്ങൾ അവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിനകത്തെ ഒരു കാര്യമാണ് മനസ്സാക്ഷി വെച്ച് ദൈവം ന്യായം വിധിക്കും എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മള് മനുഷ്യനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എല്ലാ മനുഷ്യരുടെ ഉള്ളിൽ ദൈവം വെച്ചിരിക്കുന്ന ഈ ഒരു ഘടകം വെച്ച് ദൈവം ന്യായം വിധിക്കുന്ന ഒരു നാളുണ്ട് എന്ന് ദൈവവചനം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ലോകത്തുള്ള ആർക്കും തന്നെ ദൈവത്തിന്റെ ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട്, അല്ലെങ്കിൽ അതിൽ നിന്ന് ഒഴിഞ്ഞു പോകാനായിട്ട് കഴിയത്തില്ല. അവരവരറിഞ്ഞ സത്യത്തിനനുസരിച്ച് സത്യാനുസരണമായിട്ടുള്ള ഒരു ന്യായവിധി ഉള്ളതായിട്ട് ദൈവത്തിന്റെ വചനം പറയുന്നു. മനസ്സാക്ഷി എല്ലാ മനുഷ്യരിലും വെച്ചിരിക്കുന്നത് കൊണ്ട് ദൈവം മനസ്സാക്ഷി വെച്ച് ന്യായം വിധിക്കും. സുവിശേഷം കേട്ടവരെ അങ്ങനെ ന്യായം വിധിക്കും എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ദൈവത്തിന്റെ ന്യായവിധിയുടെ മുമ്പിൽ നമ്മള് നിൽക്കേണ്ടതായ ഒരു ദിവസം വരുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ ദൈവത്തെ ശരിയാവണ്ണം അറിഞ്ഞില്ല എങ്കിൽ പോലും നിങ്ങളുടെ മനസ്സാക്ഷി വെച്ച് ദൈവം നിങ്ങളെ ന്യായം വിധിക്കുന്ന ഒരു നാളുണ്ട്. ദൈവത്തിന്റെ വചനത്തിൽ അതിപ്രധാനമായ ഒരു വാക്യം ദൈവം മനുഷ്യനോട് കൽപ്പിക്കുന്ന ഒരു കൽപ്പനയായിട്ടാണ് ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം മനുഷ്യനോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന അപ്പോസ്തല പ്രവൃത്തികൾ 17-ാം അധ്യായത്തിന്റെ 30-ാം വാക്യമാണ്. നമുക്ക് ബൈബിള് വായിക്കുന്ന വ്യക്തികൾക്ക് മനസ്സിലാക്കാൻ ഒരുപക്ഷെ മനപ്പാഠ വാക്യമായിട്ട് പലർക്കും അറിയാവുന്ന ഒരു വാക്യമാണ്. ലോകത്തിലുള്ള എല്ലാവരോടും ദൈവത്തിന്റെ കൽപ്പന ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം മനുഷ്യനോട് കൽപ്പിക്കുന്നു എന്നുള്ള കാര്യം. എന്നാൽ അടുത്ത വാക്യം അല്പം കൂടെ ഭയാനകമായ ഒരു വാക്യമാണ്. താൻ നിയമിച്ച മനുഷ്യൻ മുഖാന്തരം ദൈവം ലോകത്തെ നീതിയോടെ ന്യായം വിധിക്കേണ്ടതിന് ദൈവം ഒരു ദിവസത്തെ നിശ്ചയിച്ചിരിക്കുന്നു എന്നാണ് ആ വാക്യം. അപ്പോൾ എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? ദൈവം ഒരു ദിവസത്തെ നിശ്ചയിച്ചിട്ടുണ്ട്. എല്ലാവരെയും ന്യായം വിധിക്കുവാനായി ദൈവം വെച്ചിരിക്കുന്ന ഒരു ദിവസമുണ്ട്. ഓരോരുത്തൻ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഇപ്രകാരം നിങ്ങൾ ചിന്തിക്കുക, നല്ല മനസ്സാക്ഷിയുള്ളവരായി നിങ്ങൾ ജീവിച്ചാൽ നിശ്ചയമായിട്ടും നിങ്ങൾക്ക് നല്ല മനസ്സാക്ഷി അനുസരിച്ച് ദൈവം നിങ്ങളെ ന്യായം വിധിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് ശ്രദ്ധേയമായ കാര്യം, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യം, ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും ദൈവം മനസ്സാക്ഷി വെച്ചിരിക്കുന്നു. ദൈവം ഉണ്ടെന്ന് പറയുന്നവരും
ഇല്ലെന്ന് പറയുന്നവരും അല്ലാതെയുള്ള ചിന്താഗതികളുള്ള എല്ലാ ആളുകളുടെയും ഉള്ളിൽ ദൈവം വെച്ചിരിക്കുന്ന ഈ മനസ്സാക്ഷി അത് നല്ലതായി സൂക്ഷിക്കുവാനായിട്ടുള്ള വലിയ ഉത്തരവാദിത്വം ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. നമുക്ക് ഈ മനസ്സാക്ഷിയെ കുറിച്ച് കൂടുതൽ ചിന്തിക്കുമ്പോൾ ദൈവത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന സത്യങ്ങൾ എന്താണ് എന്ന് ഈ എപ്പിസോഡിൽ നിങ്ങളോട് പറയുവാൻ അത്രേ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചിന്തിക്കുകയുണ്ടായി, നമ്മൾ മനസ്സാക്ഷി അനുസരിച്ച് ജീവിക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഒരു നല്ല മനസ്സാക്ഷി സൂക്ഷിക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കുന്നില്ലെങ്കിൽ, നമ്മൾ ആ വേദനകളെ ഇഗ്നോർ ചെയ്താണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമ്മുടെ മനസ്സാക്ഷി മലിനപ്പെട്ടു പോകാം, ദുഷിച്ചു പോകാം എന്നെല്ലാം ദൈവത്തിന്റെ വചനം പറയുന്നു. അതുകൊണ്ട് നമുക്കൊരു നല്ല മനസ്സാക്ഷിയുള്ളവരാകാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. സാധാരണയായിട്ട് നമുക്ക് എന്തെങ്കിലും തെറ്റുകളൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് ഒരു അറപ്പുള്ളത്, അല്ലെങ്കിൽ അത് ചെയ്യാനായിട്ട് നമ്മളെ മടി കാണിക്കുന്നതിന്റെ കാരണം നമുക്കൊരു ശിക്ഷയുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. നമ്മൾ റോമാലേഖനം 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 5-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഒരു കാര്യം ശ്രദ്ധിക്കുക. അവിടെ പറയുന്നു, പൗലോസ് പറയുകയാണ്, ഇങ്ങനെയുള്ള ലോകത്തിലുള്ള ശിക്ഷകളെ ഭയന്ന് നിങ്ങൾ തെറ്റ് ചെയ്യാനായിട്ട് പരിശ്രമിക്കാതെ, അതായത് ആ വാക്യം ഒന്ന് നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. റോമൻസ് ചാപ്റ്റർ 13:5. അതുകൊണ്ട് ശിക്ഷയെ മാത്രമല്ല മനസ്സാക്ഷിയെയും വിചാരിച്ച് കീഴടങ്ങുക ആവശ്യം എന്ന് പൗലോസ് പറയുന്നു. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്, അപ്പോസ്തലനായ പൗലോസ് ശ്രേഷ്ഠ അധികാരങ്ങൾക്ക് കീഴടങ്ങുവാൻ, രാജാക്കന്മാർക്ക് കീഴടങ്ങുവാൻ, എല്ലാ ദൈവിക വ്യവസ്ഥയോടും മറുതലിക്കാതെ കീഴടങ്ങുവാനായി പറഞ്ഞ പൗലോസ് ഒരു കാര്യം പറയുന്നു, അങ്ങനെയൊന്നും കീഴടങ്ങുന്നില്ലെങ്കിൽ ഒരുപക്ഷെ ലോകത്തിലെ നിയമങ്ങൾ തെറ്റിച്ചാൽ, അധികാരികളെ പറയുന്നത് അനുസരിക്കാതിരുന്നാൽ ലോകത്തിലെ എല്ലാ കാര്യങ്ങളിലും ശിക്ഷയുള്ളതായി നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. എന്നാൽ അതുപോലെ തന്നെ അതിനേക്കാൾ ഉയർന്ന ഒരു സ്റ്റാൻഡേർഡ് ആണ് നമുക്ക് ദൈവവചനം തരുന്നത്. എന്താണ് ആ സ്റ്റാൻഡേർഡ്? ഇവിടെ പറയുന്നു, നിങ്ങൾക്ക് അങ്ങനെ ശിക്ഷ കിട്ടുമെന്ന് വിചാരിച്ച് നിങ്ങൾ ചെയ്യാതിരിക്കുന്നതല്ല ശരിയായിട്ടുള്ള ഒരു ദൈവവൈതന്റെ അല്ലെങ്കിൽ ഒരു ദൈവിക വഴിയിൽ നടക്കുന്ന ഒരാളിന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം. മറ്റെന്താണ്? അവിടെ പറയുന്നു, നിങ്ങൾക്കൊരു നല്ല മനസ്സാക്ഷി ഉള്ളവരാകുവാൻ മനസ്സാക്ഷി നിമിത്തം കൂടെ നിങ്ങൾ കീഴടങ്ങണം എന്ന് പറഞ്ഞിരിക്കുന്നു. നല്ല മനസ്സാക്ഷിയുള്ളവരായി തീരുമ്പോൾ, നമുക്ക് നല്ല മനസ്സാക്ഷിയുള്ളവരാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നമുക്ക് അങ്ങനെ അധികാരികളെ ഭയപ്പെടേണ്ട കാര്യമില്ല. നല്ല മനസ്സാക്ഷിയോടുകൂടെ ഒന്ന് ജീവിച്ചു നോക്കിക്കേ, നമുക്കെങ്ങും ഒരു സ്ഥലത്തും ദൈവം നമുക്ക് പരാജയപ്പെടുവാൻ അനുവദിക്കുകയില്ല. നല്ല മനസ്സാക്ഷിയോട് ലോകത്തുള്ള പല ആളുകളും താങ്കളെ കുറ്റം വിധിച്ചേക്കാം. നിങ്ങളെ ഒരുപക്ഷെ ധാരാളം കുറ്റങ്ങൾ കണ്ടുപിടിച്ച് പറഞ്ഞ് അതിനെക്കുറിച്ച് നിങ്ങളെ കുറ്റം ചുമത്തുകയും കുറ്റം വിധിക്കുകയും ചെയ്യുന്ന ധാരാളം ആളുകൾ നിങ്ങളുടെ ചുറ്റുപാടും കണ്ടേക്കാം. എന്നാൽ ദൈവത്തോട് നല്ല മനസ്സാക്ഷിയുള്ളവരാകണമെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് പൗലോസ് നമുക്ക് അപ്പോസ്തല പ്രവൃത്തികൾ 23-ാം അധ്യായത്തിൽ ന്യായാധിപതി സംഘത്തിന് മുമ്പിൽ നിൽക്കുന്ന പൗലോസിനെ കുറിച്ച് അവിടെ താൻ പറയുന്ന ഒരു വാക്ക് ശ്രദ്ധേയമായ വാക്കാണ്. അവൻ പറയുകയാണ്, സഹോദരന്മാരെ, അതായത് തന്റെ സ്വന്തം ജനം അഥവാ തന്റെ ന്യായാധിപതി സംഘം എന്ന് പറയുമ്പോൾ അന്നത്തെ യഹൂദന്മാരിൽ പ്രമാണികളായ ആളുകൾ എല്ലാവരും കൂടെ ചുറ്റുപാട് വിരിക്കുമ്പോൾ തനിക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തെ സാക്ഷ്യം നിർത്തിക്കൊണ്ട് അവരോട് പറയാനുണ്ടായിരുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. അവരോട് പറയുകയാണ്, ഞാൻ ഇന്നയോളം കേവലം നല്ല മനസ്സാക്ഷിയോടുകൂടെ നടന്നിരിക്കുന്നു, ദൈവത്തിന്റെ മുമ്പാകെ നടന്നിരിക്കുന്നു എന്നാണ് പറയുന്നത്. നല്ല മനസ്സാക്ഷിയോടുകൂടെ ദൈവത്തിന്റെ മുമ്പാകെ നടക്കുക എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കാര്യമല്ല. അതുകൊണ്ട് നമുക്ക് ദൈവത്തോട് നല്ല മനസ്സാക്ഷിയുള്ളവരായി ജീവിക്കുമ്പോൾ ജീവിതത്തിന്റെ ഏത് വൈതരണികളുടെ നടുവിലും അദ്ദേഹത്തെ വിസ്താരത്തിനായിക്കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. എല്ലാ ആളുകളും കുറ്റം ചുമത്തുകയാണ്. ചുറ്റുപാടുമുള്ള എല്ലാ ആളുകളും അദ്ദേഹത്തെ അക്യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തനിക്ക് പറയാനുള്ളത് എന്താണ്? തനിക്ക് പറയാനൊരു കാര്യമുണ്ട്. ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ നല്ല മനസ്സാക്ഷിയോളം ഇന്നയോളം കേവലം നല്ല മനസ്സാക്ഷിയോടുകൂടെ നടന്നിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുതെന്ന് പൗലോസ് പറയുകയാണ്. അടുത്ത് നിൽക്കുന്ന
ആളുകൾ അവനെ അടിക്കുവാനായി, അവന്റെ വായിക്ക് അടിക്കുവാനായിട്ട് കൽപ്പിക്കുന്നുണ്ട്. എന്നാൽ അടിയേറ്റാലും ഒരു കാര്യം ഉറപ്പാണ്, അവൻ ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുന്നത്, ദൈവത്തെ സാക്ഷി വെച്ചുകൊണ്ട് അവൻ പറയുന്നത്, ഞാൻ ഇന്നയോളം കേവലം നല്ല മനസ്സാക്ഷിയോടുകൂടെ ജീവിച്ചിരിക്കുന്നു എന്നാണ്. ആ ഒരു പ്രാഗൽഭ്യം എത്രയോ നല്ല ഒരു കാര്യമാണ്. പൗലോസിന് ലഭിച്ചിരിക്കുന്ന വലിയ പ്രാഗൽഭ്യം നമ്മളെ കുറിച്ചും ദൈവത്തിന് ആഗ്രഹമുണ്ട്. പൗലോസിന് മാത്രമല്ല, 2000 വർഷങ്ങൾക്ക് മുൻപേ ജീവിച്ച ഒരു ദൈവദാസന് മാത്രമല്ല, നമുക്കെല്ലാവർക്കും ദൈവം ആ നല്ല മനസ്സാക്ഷി തരണം, മനസ്സാക്ഷിയോടെ ജീവിക്കണമെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് താങ്കളെ ഈ ശബ്ദം ദൈവം കേൾപ്പിക്കുന്നത്. ദൈവം അത്രമാത്രം സ്നേഹിക്കുന്നു. നല്ല മനസ്സാക്ഷിയോടുകൂടെ ഒന്ന് ജീവിച്ച് നോക്കിക്കുക. ജീവിതത്തിന്റെ അവസാനത്തിൽ പൗലോസ് വെറുതെ പറഞ്ഞതല്ല, ഞാൻ നല്ല പോർ വരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ, താൻ ആ ലേഖനം എഴുതുമ്പോൾ, തിമോഥെയോസിന്റെ 2ാം ലേഖനമാണ് എഴുതുന്നത്, തനിക്ക് മരിക്കാനുള്ള നാഴിക വന്നിരിക്കുന്നു എന്ന് തനിക്ക് അറിയാമായിരുന്നു. അവിടെ തന്നെ എഴുതിയിട്ടുണ്ട്, ഞാൻ നല്ല പോർ വരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു എന്ന് പറയുമ്പോൾ തനിക്ക് പറയാനുള്ള ഒരു കാര്യം അവിടെ പറയുന്നുണ്ട്, എന്റെ നിര്യാണ കാലവും അടുത്തിരിക്കുന്നു എന്ന് പറയുകയാണ്. എന്റെ നിര്യാണ കാലം അടുത്തിരിക്കുന്നു എന്ന് പറയുന്നു. നിര്യാണ കാലം അടുത്തിരിക്കുന്ന തനിക്ക്, അഥവാ തന്റെ മരണം മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്ന തനിക്ക് പറയാനുണ്ട്, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നല്ല മനസ്സാക്ഷിയോടുകൂടെ നമുക്ക് ജീവിക്കാം. അതുപോലെ തന്നെ ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്ന മറ്റൊരു കാര്യമാണ്, നമുക്ക് ദൈവത്തെ ആരാധിക്കണമെങ്കിൽ ഒരു നല്ല മനസ്സാക്ഷിയുള്ളവരാകണം എന്ന ദൈവത്തിന് ആഗ്രഹമുണ്ട്. ദൈവത്തിന്റെ സന്നിധിയിൽ വരുമ്പോൾ, ഒരുപക്ഷെ ഞായറാഴ്ച ആരാധനയ്ക്കായി കടന്നു വരുമ്പോൾ, അല്ല നിങ്ങൾ വെള്ളിയാഴ്ചയാണ് ആരാധിക്കുന്നതെങ്കിൽ വെള്ളിയാഴ്ച ആരാധനയ്ക്കായി വരുമ്പോൾ, ഒരാഴ്ച മുഴുവൻ തെറ്റുകളിൽ അകപ്പെട്ട് ധാരാളം പ്രാവശ്യം വ്യാജത്തിന് കൂട്ടു നിൽക്കുകയും വ്യാജം പറയുകയും ഒക്കെ ചെയ്തിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ വന്ന് നിന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ ആ യാഗത്തിൽ ദൈവം പ്രസാദിക്കുമോ? പ്രിയമുള്ളവരെ, ഒരിക്കലും ദൈവം പ്രസാദിക്കുകയില്ല. ദൈവത്തിന്റെ വചനം പറയുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുവാനാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. ദൈവം വ്യാജത്തിൽ പ്രസാദിക്കുന്ന ദൈവമല്ല. പരമാർത്ഥതയിൽ ദൈവത്തോട് അടുത്തു വരുന്ന ഒരാൾക്ക് മാത്രമേ ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായി കഴിയത്തുള്ളൂ. ഹാബേൽ ആരാധനയ്ക്കായി വന്നു, കായിനും യാഗത്തിനായിട്ട് യാഗവും കൊണ്ട് ദൈവത്തിന് അടുത്തു വന്നു. അവന്റെ യാഗത്തെ കുറിച്ച് ദൈവത്തിന്റെ വചനത്തിൽ അവരുടെ രണ്ടുപേരുടെ യാഗത്തിൽ ഒരു കാര്യം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. കായിന്റേതിലും ഉത്തമമായ യാഗമാണ് ഹാബേൽ അർപ്പിച്ചത്. എന്താണ് അതിനു മുൻപേ പറഞ്ഞിരിക്കുന്നത്? അവിടെ നമ്മൾ എബ്രായ ലേഖനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, ദൈവം ഹാബേലിലും അവന്റെ വഴിപാടിലും ദൈവം പ്രസാദിച്ചു എന്നാണ് കാണാൻ കഴിയുന്നത്. ദൈവം ഹാബേലിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചു. ഇന്ന് എന്റെ ശബ്ദപരിധികൾ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾ എങ്ങനെയാണ് ആരാധനയ്ക്കായി കടന്നു വരുന്നത്? നിങ്ങൾ ആരാധനയ്ക്കായി കടന്നു വരുമ്പോൾ ദൈവത്തിന് മുമ്പിൽ ഒരു നല്ല മനസ്സാക്ഷിയോടുകൂടെയാണോ ദൈവസന്നിധിയിൽ ആരാധനയ്ക്കായി കടന്നു വരുന്നത്? നല്ല മനസ്സാക്ഷി ഇല്ലെങ്കിൽ ആ ആരാധനയെ ദൈവത്തിന് പ്രസാദിക്കാൻ കഴിയത്തില്ല. ഹാബേലിൽ പ്രസാദിച്ച ദൈവം അവന്റെ അവനെ ആരാധനയ്ക്കായി കൊണ്ടുവന്നിരിക്കുന്ന യാഗവസ്തുവിനെ വേണ്ട വിധത്തിൽ ഒരുപക്ഷെ ദൈവം നോക്കുന്നില്ല. നമ്മൾ അർപ്പിക്കുന്ന സ്തോത്ര കാഴ്ചയോ നമ്മൾ ഇട്ടുകൊണ്ടുവരുന്ന ഡ്രസ്സോ ഒന്നുമല്ല ദൈവത്തിന് പ്രസാദം. ദൈവത്തിന്റെ വചനം പറയുന്നു, അവൻ ആട്ടിൻകൂട്ടത്തിൽ നിന്ന് തന്നെ അതിന്റെ മേധസ്സിൽ നിന്ന് തന്നെ കൊണ്ടുവന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ ഉള്ളിന്റെ ഉള്ളങ്ങളെ കാണുന്നവനായ ദൈവം, ഹൃദയത്തിന്റെ അടിത്തട്ട് അറിയുന്നവനായ ദൈവം, നല്ല മനസ്സാക്ഷിയോടുകൂടെ നമുക്ക് ദൈവത്തെ ആരാധിക്കണമെങ്കിൽ നമുക്ക് ആ മനസ്സാക്ഷി സൂക്ഷിക്കപ്പെടേണ്ടതായിട്ടുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒരു നല്ല മനസ്സാക്ഷിയുള്ളവരാകുവാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. എങ്ങനെ ദൈവത്തെ ആരാധിക്കുവാനായ ഒരു നല്ല മനസ്സാക്ഷി വേണം? നമ്മുടെ ദൈവവചനത്തിൽ എബ്രായ ലേഖനം 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, അതിന്റെ 22-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു വാക്യം കാണുവാനായിട്ട് കഴിയുന്നു. ഒന്ന് വായിക്കാം. അവിടെ എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം, ഹീബ്രു ചാപ്റ്റർ 10 verse 22. അവിടെ എന്താണ് കാണുന്നത്? ഒരു വാക്യം ഒന്ന് വായിച്ച് കേൾക്കണമേ.
നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം കൊണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്ത് ചെല്ലുക എന്ന് പറഞ്ഞിരിക്കുന്നു. ആരാധനയ്ക്കായി അടുത്തു വരുന്നവരുടെ കാര്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ആരാധനയ്ക്കായി അടുത്തു വരുമ്പോൾ നമ്മളെല്ലാവരും ഒരു നല്ല മനസ്സാക്ഷിയുള്ളവരായിരിക്കണം. ഒരു സഭാ ഹാളിൽ, ഒരു ആരാധനാലയത്തിൽ എല്ലാ ആളുകളും നല്ല മനസ്സാക്ഷിയോടുകൂടെ വന്നിരുന്നാണ് ഞായറാഴ്ച രാവിലെ ആരാധിക്കുന്നതെങ്കിൽ, അല്ല വെള്ളിയാഴ്ച ആരാധിക്കുന്നതെങ്കിൽ ദൈവത്തിന്റെ ഹൃദയത്തിൽ എത്രമാത്രം സന്തോഷമുണ്ടാകും പ്രിയമുള്ളവരെ. ഹാവേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന രക്തത്തിന്റെ മറവിൽ നമ്മൾ ദൈവത്തെ ആരാധിക്കുവാൻ അടുത്തു വരുമ്പോൾ ദൈവത്തിന് എത്രമാത്രം സന്തോഷമുണ്ടാകും. പിതാവായ ദൈവം അതിൽ ആനന്ദം കൊണ്ട് സന്തോഷം നിറയാനിടയായി തീരും. നമ്മള് എത്ര ആളുകൾ തടിച്ചു കൂടുന്നു എന്നുള്ളതല്ല ദൈവത്തിന്റെ വിഷയം. പിന്നെയോ കൂടുന്ന ആളുകൾ നല്ല മനസ്സാക്ഷിയുള്ളവൻ. ആളുകൾ കൂടി വരുന്നതിന് ഞാൻ എതിരല്ല. ആളുകൾ കൂടിയിരുന്നത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. ലക്ഷക്കണക്കിന് ആളുകൾ തടിച്ചുകൂടുന്ന ആരാധനാലയങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളിൽ ഉണ്ടാകട്ടെ. യേശുവിനെ ആരാധിക്കുന്ന, കർത്താവിനെ ആരാധിക്കുന്ന നൂറുകണക്കിന് ആരാധനാലയങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളും വർദ്ധിച്ചു വരട്ടെ. നമ്മുടെ നാട്ടിൽ കള്ളുഷാപ്പുകളല്ല വർദ്ധിച്ചു വരേണ്ടത്, മദ്യഷാപ്പുകളല്ല വർദ്ധിച്ചു വരേണ്ടത്. പിന്നെയോ ആരാധനാലയങ്ങൾ, നല്ല മനസ്സാക്ഷിയോടെ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്ന ഒരു സമൂഹം, നല്ല സമൂഹം കെട്ടിപ്പടുക്കുവാൻ അതൊരു മുഖാന്തരമായി തീരും. നല്ല മനസ്സാക്ഷിയുള്ളവരാണെങ്കിൽ ഇവിടെ എന്താണ് ജീവിക്കാൻ ബുദ്ധിമുട്ട്? എത്ര സന്തോഷകരമായ ഒരു അനുഭവമായിരിക്കും. ദൈവത്തിന്റെ വചനം നമ്മെ നല്ല മനസ്സാക്ഷിയുള്ളവരാകുവാനായി ആഹ്വാനം ചെയ്യുമ്പോൾ എബ്രായ ലേഖനകർത്താവ് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ആ വാക്കത്തിൽ അവിടെ ഇങ്ങനെ ഒരു വാക്കുണ്ട്, നിങ്ങളുടെ ഹൃദയത്തിൽ തളിക്കപ്പെടുന്നവർ എന്നുള്ള ഒരു വാക്ക്. അവിടെ വായിക്കുന്നു, ശുദ്ധവെള്ളത്താൽ ഹൃദയം കഴുകപ്പെടുക മാത്രമല്ല, പരിശുദ്ധ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിക്കുവാനായി അവിടെ വെച്ചിരിക്കുന്ന പ്രമാണത്തിൽ തളിക്കപ്പെടുന്നത് എന്നുള്ള ഒരു പ്രമാണം അല്ലെങ്കിൽ ഒരു വാക്ക് അവിടെ കാണുവാൻ കഴിയും. എന്താണ് അതിന്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്നുകൂടെ നിങ്ങൾ മനസ്സിലാക്കിയാൽ അത് നിങ്ങൾക്ക് ശരിയാവണ്ണം ദൈവം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാകും. പുരാതന കാലഘട്ടങ്ങളിൽ പ്രത്യേകിച്ച് യഹൂദന്മാർക്ക് ദൈവം കൊടുത്ത 7 പെരുന്നാളുകളായിരുന്നില്ല ഉണ്ടായിരുന്നത്. അതിനകത്ത് ഉല്ലസിക്കുവാനും ആർപ്പിടുവാനും സന്തോഷിക്കുവാനും വകയില്ലാത്ത ഒരേ ഒരു പെരുന്നാൾ എന്ന് പറയുന്നത് മഹാപാപപരിഹാര പെരുന്നാളായിരുന്നു. ആ പെരുന്നാളിന്റെ ദിവസത്തിൽ മഹാപുരോഹിതൻ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് കയറിപ്പോകും എന്ന് ബൈബിള് വായിക്കുന്ന ആളുകൾക്ക് മനസ്സിലാകും. ലേവ്യ പുസ്തകം 16-ാം അധ്യായത്തിൽ അത് പ്രതിപാദിച്ചിട്ടുണ്ട്. അവിടുത്തെ ചടങ്ങുകളെ സംബന്ധിച്ച് ഞാൻ വിശദമാക്കുന്നില്ല, നിങ്ങൾ വായിച്ചിട്ടുള്ളവർക്ക് ആ ഭാഗം അറിയാം. എന്നാൽ ആ ദിവസത്തിൽ വേദപുസ്തകത്തിൽ ഇല്ലാത്ത ഒരു ചടങ്ങ് കൂടെ അവിടെ നടന്നിരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അതായത് അവിടെ കൂടി വരുന്ന ലക്ഷക്കണക്കിന് ദേവാലയത്തിന് മുറ്റത്ത് നിൽക്കുന്ന ആളുകൾ പാപത്തിന്റെ പരിഹാരത്തിനായിട്ടാണ് അവിടെ കടന്നു വരുന്നത്. അപ്പോൾ ദേവാലയത്തിന്റെ മുറ്റത്തെ ഭാഗത്തായിട്ട് ഏറ്റവും ഉയരത്തിൽ കെട്ടി ഉയർത്തി നിർത്തിയിരിക്കുന്ന ഒരു ഭാഗം, ഒരു 1-2 ആളുകൾക്ക് കയറി നിൽക്കത്തക്കവണ്ണമുള്ള ഒരു ഭാഗമായി അവിടെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ക്രമീകരണം അവിടെ ചെയ്തിരിക്കും. ഉയർന്ന രീതിയിൽ ആളുകൾക്ക് കയറി നിൽക്കത്തക്കവണ്ണം 1-2 ആളുകൾക്ക് കയറി നിൽക്കത്തക്കവണ്ണം ഒരു ബാൽക്കണി രൂപേണ എന്തെങ്കിലും അവിടെ ഒന്ന് കെട്ടി ഉയർത്തിയിരിക്കും. അന്നത്തെ കാലഘട്ടങ്ങളിൽ സാധാരണയായിട്ട് ഈ പെരുന്നാളിന്റെ ദിവസത്തിൽ അവിടെ ഉണ്ടാകുന്ന ആ ദേവാലയത്തിന്റെ പുറത്തേക്ക് അവിടെ നമ്മളൊരു എബ്രായ ലേഖനത്തിലെ ഒരു വാക്യം നമ്മൾ വായിക്കുകയുണ്ടായി. പശുഭസ്മം എന്നുള്ള ഒരു വാക്യം ജഡിക ശുദ്ധി വരുത്തുവാനായി ദൈവം കൊടുത്ത പ്രമാണത്തിലെ ഒന്നായിരുന്നു പശുഭസ്മം എന്നുള്ളത്. ഒരു ചുവന്ന പശുക്കിടാവിനെ ചുട്ട് കൊല്ലുന്നതായിട്ടും അതിന്റെ ആ ഭസ്മം എടുത്ത് ദേവാലയത്തിന്റെ ഒരു ഭാഗത്ത് സൂക്ഷിക്കുന്നതായിട്ടൊക്കെ ദൈവവചനത്തിൽ നമുക്ക് പഠിക്കാൻ കഴിയുന്നു. ആ പശുഭസ്മവും അതുപോലെ തന്നെ കുഞ്ഞാടിന്റെ അന്ന് അറുക്കുന്ന കുഞ്ഞാടിന്റെ രക്തവും കൂടെ ഒരു വലിയ ബേസിനകത്തുള്ള വെള്ളത്തിനകത്ത് കലക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. അതിനുശേഷം ആ കലക്കിയ വെള്ളത്തിനകത്തേക്ക് ഈസോപ്പ് ചെടിയുടെ തണ്ട്
ഒരു ബ്രഷ് രൂപത്തിലാക്കുന്നതിന് ശേഷം അതിനകത്തേക്ക് മുക്കുകയും അതുപോലെ തന്നെ ഈ വന്നു നിൽക്കുന്ന ആയിരക്കണക്കിന് ആളുകളെ ഇങ്ങനെ ആ മഹാപുരോഹിതൻ അങ്ങനെ ആഞ്ഞ് വീശി കുടയുമ്പോൾ അവിടങ്ങളിലുള്ള നിൽക്കുന്ന ഏതെങ്കിലുമൊക്കെ വ്യക്തിയുടെ ശരീരത്തിലേക്ക്, അവരുടെ വസ്ത്രത്തിലേക്ക് ഒരു തുള്ളി ആ വെള്ളത്തിന്റെ ഒരു അംശം, രക്തവും പശുഭസ്മവും കൂടെ കലർന്ന ഒരല്പം തന്റെ ശരീരത്തിൽ വീഴുന്നത് കാണുവാനായിട്ട് കഴിയും. അങ്ങനെ ആരുടെയെങ്കിലും ഒക്കെ ശരീരത്തിൽ വീണ് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ആ മഹാപുരോഹിതൻ നിന്ന് വീശുന്ന സ്ഥലത്ത് നിന്ന് അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിനനുസരിച്ച് ശക്തിയെടുത്ത് വീശുന്നതിനനുസരിച്ച് ഏതെങ്കിലും ചില വ്യക്തികളിലൊക്കെ അത് വീണെന്നിരിക്കാം. എന്നാൽ അങ്ങനെ വീഴുന്ന ആളിന്റെ ഉള്ളിലുള്ള ഒരു വലിയ ചിന്ത എന്താണ്? അദ്ദേഹത്തിന്റെ ചിന്ത, ഞാൻ ഇവിടെ നിന്ന് ഈ വർഷത്തെ പാപമോചനം പ്രാപിച്ചാണ് പോകുന്നത്, നിർമ്മല മനസ്സാക്ഷിയോടുകൂടെയാണ് ഹല്ലേലൂയ പോകുന്നത് എന്ന് താൻ ചിന്തിച്ചുകൊണ്ട് പോകുമ്പോൾ തന്റെ വസ്ത്രത്തിൽ മാത്രമേ അത് വീണുള്ളൂ, അല്ലെങ്കിൽ തന്റെ ശരീരത്തിൽ പുറത്ത് മാത്രമേ വീണുള്ളൂ. അങ്ങോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ അവന്റെ മനസ്സാക്ഷി അവനെ കുറ്റപ്പെടുത്താൻ തുടങ്ങും. ഇങ്ങനെ പുറത്ത് അല്പം വെള്ളം വീഴുന്നത് കൊണ്ടോ രക്തം വീഴുന്നത് കൊണ്ടോ നിന്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള ഒരു ചിന്ത. എന്നാൽ ഇവിടെ എബ്രായലേഖന കർത്താവ് പറയുകയാണ്, നിങ്ങളുടെ ഹൃദയത്തിൽ ആ രക്തം തളിക്കപ്പെട്ട് കഴിയുമ്പോൾ, അഥവാ ഉള്ളിൽ ആ രക്തം തളിക്കപ്പെട്ട് കഴിയുമ്പോൾ, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവ് നമുക്ക് വളരെ വ്യക്തമായി ഒരു ആലോചന തരുന്നു. നമ്മൾ മനസ്സാക്ഷിയിൽ ശുദ്ധമുള്ളവരായി മാറും. ഹല്ലേലൂയ. തിരുവചനം വളരെ വ്യക്തമായി മറ്റൊരു കാര്യം പറയുന്നു. പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി പത്രോസിൽ കൂടെ പറയുന്നു, സ്നാനപ്പെടാത്ത ആളുകൾക്ക് ഹല്ലേലൂയ ദൈവത്തോടൊരു നല്ല മനസ്സാക്ഷിക്കായിട്ട് സ്നാനപ്പെടാനായിട്ടുള്ള ഒരു സ്നാന കടവിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ, സ്നാനത്തൊട്ടിലേക്ക് നമ്മൾ ഇറങ്ങി നിൽക്കുമ്പോൾ ദൈവത്തോടുള്ള നല്ല മനസ്സാക്ഷിക്കുള്ള അപേക്ഷയാണ് എന്നാണ് തിരുവചനം പറയുന്നത്. അതുകൊണ്ട് ഇന്ന് ഈ ശബ്ദപരിധിക്കുള്ളിൽ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി പറയുന്നു, നമുക്കൊരു നല്ല മനസ്സാക്ഷിയുള്ളവരാകാം. ദൈവത്തിന്റെ ആത്മാവ് അതിനായി താങ്കളെ സഹായിക്കട്ടെ. എന്റെ ശബ്ദപരിധിക്കുള്ളിൽ കേട്ട് എല്ലാവരോടും ഹൃദയംഗമായി നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിന്റെ നാമത്തിന് മഹത്വം വരുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ പ്രാർത്ഥന സമയത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഷാലോം ടൈം എന്ന പ്രോഗ്രാമിൽ കൂടെ ധാരാളം ആളുകൾ അനുഗ്രഹിക്കപ്പെടുന്നു. അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ അറിയിച്ചുകൊണ്ടിരിക്കുന്നു. അറിയിക്കുമ്പോൾ നിശ്ചയമായും നിങ്ങൾക്കായിട്ട് ഈ ദിവസങ്ങളിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ട് ദൈവം മറുപടിയും തന്നുകൊണ്ടിരിക്കുന്നു. വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് പ്രചോദനം തരുന്നതും നമ്മുടെ ദൈവം മരിച്ച് കല്ലറയിൽ ഒതുങ്ങിപ്പോയൊരു മതനേതാവല്ല, ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന കർത്താവാണ് യേശു എന്നുള്ളത് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന നമ്മുടെ പ്രാർത്ഥനയ്ക്കെല്ലാം മറുപടി ലഭിക്കുമ്പോഴാണ്. ഈ ദിവസം ഇന്ന് നമ്മളെ പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങുന്നത് ജോലിയില്ലാത്ത ധാരാളം ആളുകൾ, ഉപജീവനത്തിന് ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകൾ ഉണ്ട്. ഞങ്ങളെ പല ആളുകളും ഞങ്ങൾക്ക് ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് വിളിച്ചറിയിക്കുന്നുണ്ട്. ജോലിയില്ലാതെ ഭാരപ്പെടുന്ന, പ്രത്യേകിച്ച് ഗൾഫിലോ അല്ലെങ്കിൽ വടക്കിന്ത്യയുടെ ഏതെങ്കിലും സ്ഥലങ്ങളിലോ കേരളത്തിൽ തന്നെയോ ഒക്കെ ലോകത്തിന്റെ ഏതെങ്കിലും സ്ഥലങ്ങളിൽ, ഒരുപക്ഷെ അമേരിക്കയിലായിരിക്കാം, UK ഏതെങ്കിലും സ്ഥലങ്ങളിൽ ജോലിയില്ലാതെ ഭാരപ്പെടുന്ന ധാരാളം ആളുകളുണ്ട്. ഒരുപക്ഷെ ഏറ്റവും നിരാശയോടുകൂടി ആയിരിക്കും ഇപ്പോൾ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കൊരു വഴി തുറക്കുവാൻ സർവശക്തനായ ദൈവത്തിന് കഴിയില്ലേ? നമുക്ക് പ്രാർത്ഥിക്കാം. നിശ്ചയമായും കർത്താവ് വഴി തുറക്കും. നിങ്ങളത് വിശ്വസിക്കുമോ? ഞങ്ങളോട് ചേർന്ന് വിശ്വസിച്ചാട്ടെ. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അടിയന്തരമായ ഒരു വഴി തുറക്കും. പ്രാർത്ഥിക്കാം. കാൽവരിയിൽ കൂടെ ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, അടിയങ്ങൾ ഐക്യമത്യപ്പെട്ട് കർത്താവേ ജോലിക്കായി ആഗ്രഹിച്ച് വഴിമുട്ടി നിൽക്കുന്നവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ, ഞങ്ങൾ ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് അവർക്കായി ഒരു വഴി തുറക്കുവാൻ അങ്ങേക്ക് കഴിയും. അങ്ങയുടെ പേര് ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം, ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുന്നവൻ എന്നാണ് കർത്താവേ. ഹല്ലേലൂയ, അങ്ങൊരു വഴി തുറന്നാൽ അതിനെ അടയ്ക്കുവാൻ ആർക്കും കഴിയത്തില്ല കർത്താവേ. എക്സാമുകൾ എഴുതി ഹല്ലേലൂയ, ഇന്റർവ്യൂകൾ അറ്റൻഡ് ചെയ്ത്
മനസ്സുമെടുത്തവർ കർത്താവെ ഞങ്ങളോടൊപ്പം തലവണക്കിയിരിക്കുന്നു. ആ പ്രിയപ്പെട്ടവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ജീവിതത്തിൻ്റെ ചില സാഹചര്യങ്ങളുടെ നടുവിൽ ഹല്ലേലൂയ സ്തോത്രം, അത്യാവശ്യമായി ഒരു ജോലിയില്ലാതെ എൻ്റെ കുടുംബത്തെ ഇനി എനിക്ക് പോറ്റി പുലർത്തുവാൻ കഴിയത്തില്ലെന്ന് കരുതി ഹല്ലേലൂയ ഭാരപ്പെട്ടിരിക്കുന്നവരുണ്ടല്ലോ കർത്താവെ. ഹല്ലേലൂയ ജോലി ലഭിക്കാത്തത് മൂലം ഹല്ലേലൂയ നിന്ദിക്കപ്പെട്ടിരിക്കുന്ന സഹോദരിമാരുണ്ടല്ലോ ദൈവമേ. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം സ്തോത്രം. തൻ്റെ ഹല്ലേലൂയ വിദ്യാഭ്യാസത്തിനെടുത്ത ലോൺ അടച്ചു തീർക്കുവാൻ കഴിയാതെ ഹല്ലേലൂയ ജോലി ലഭിക്കാത്തത് നിമിത്തം ഭാരപ്പെട്ടിരിക്കുന്ന ജീവിതങ്ങളുണ്ടല്ലോ. ഞങ്ങൾ അവർക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്വർഗത്തിലെ ദൈവമേ, അവർക്ക് വേണ്ടി ഒരു വഴി തുറക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ചില ഏജൻസികളിൽ ഹല്ലേലൂയ സ്തോത്രം ജോലിക്കായി പണം കൊണ്ട് കൊടുത്തതിന് ശേഷം ഹല്ലേലൂയ വിസ ലഭിക്കാതെ ഹല്ലേലൂയ തടസ്സപ്പെട്ടിരിക്കുന്ന ജീവിതങ്ങളുണ്ട്. ഞങ്ങൾ അവർക്കായി പ്രാർത്ഥിക്കുന്നു ദൈവമേ. ഹല്ലേലൂയ ചില സ്ഥലങ്ങളിൽ ഹല്ലേലൂയ ഇന്റർവ്യൂകൾ അറ്റൻഡ് ചെയ്തിട്ട് ഹല്ലേലൂയ പലയിടത്തും ഇന്റർവ്യൂ പാസ്സാകും. ഹല്ലേലൂയ എന്നാൽ ഹല്ലേലൂയ സ്തോത്രം ജോലിക്കായി വിളിക്കുകയില്ല. അങ്ങനെ തടസ്സപ്പെട്ടിരിക്കുന്നവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ വളരെ വേദനയോടെ ഹല്ലേലൂയ ഞങ്ങളോടൊപ്പം തലവണക്കിയിരിക്കുന്ന ആ ചെറുപ്പക്കാരനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവനായി ഒരു അനുഗ്രഹത്തിന്റെ വഴി തുറന്നു വരട്ടെ. ഹല്ലേലൂയ വീട്ടിനകത്ത് ഒരു ഊമയെ പോലെ നിരാശപ്പെട്ട് അകത്ത് കയറിയിരിക്കുന്ന ഹല്ലേലൂയ വിദ്യാഭ്യാസമുണ്ട്, ഡിഗ്രികളുണ്ട്. എന്നാൽ ഹല്ലേലൂയ പല സ്വാതന്ത്ര്യങ്ങളും അവന്റെ മുമ്പിൽ കൊട്ടിയടക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ യൗവനക്കാരൻ ഹല്ലേലൂയ റിലീസ് ചെയ്യപ്പെടുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവന്റെ മുമ്പിലുള്ള ദുർഘടങ്ങൾ നിരപ്പായി വരട്ടെ. അത്യധ്വാനം ചെയ്ത് പഠിപ്പിച്ചിട്ട് അല്ലെങ്കിൽ വഴി നിറന്നിട്ടുവാൻ കഴിയാതെ ഭാരപ്പെടുന്ന ആ മാതാവിന് വേണ്ടി ഞങ്ങൾ ചേർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവളുടെ കണ്ണുനീർ നിന്റെ തുരുത്തിയിലുണ്ടല്ലോ ദൈവമേ. ഹല്ലേലൂയ സ്തോത്രം 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 കർത്താവേ. ഒരു വഴി തുറന്നാലല്ലാതെ എന്റെ പെൺപൈതലിനെ ഹല്ലേലൂയ പറഞ്ഞയക്കുവാൻ കഴിയത്തില്ലെന്ന് ഭാരപ്പെട്ട് ഹല്ലേലൂയ ഇരിക്കുന്നവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാത്ത സകലർക്കും ഹല്ലേലൂയ ഞങ്ങളോടൊപ്പം തലവണക്കിയിരിക്കുന്ന സകലർക്കും ഹല്ലേലൂയ ഹല്ലേലൂയ അങ്ങ് ഹല്ലേലൂയ വഴി തുറക്കുന്നതിനായി സ്തോത്രം. പിശാച് അടയ്ക്കാതിരിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ ചോദിക്കുന്നു. കൃപയോടെ കേൾക്കണം ജീവനുള്ള പിതാവേ. ആമേൻ. അനേകർക്ക് ജോലി ലഭിച്ചു എന്നുള്ള സാക്ഷ്യം ഈ ദിവസങ്ങളിൽ കേൾക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. Thank you for listening to God's word. Hope this program has proved a blessing to you. Please write your prayer requests to us so that we can uphold you in our prayers.